പറഞ്ഞോളൂ, എനിക്ക് തന്നോളൂ മുത്തശ്ശി, ഞാൻ എടുത്തോളാം. പറയൂ, ആരെങ്കിലും പറയൂ? എന്നാൽ അത് പറയാൻ തക്ക വലിപ്പുള്ള ആളായിരുന്നു വെൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. അദ്ദേഹം അത് വന്ന് തറ്റെടുത്ത് ഭസ്മം ധരിച്ച് ഗുരുനാഥന്റെ മുമ്പിൽ വന്നിരുന്നിട്ട് എനിക്ക് തന്നോളൂ എന്ന് പറയുന്ന സമയത്ത് കിടക്കപ്പായയിൽ ഇരുന്നിട്ട് അച്യുതപിഷാരടി പറയുന്നുണ്ട്, അരുതേ 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 എന്ന്. ചെറിയ പ്രായമാണ്, ചെറിയ കുട്ടിയാണ്, 27 വയസ്സായിട്ടേ ഉള്ളൂ. ഇപ്പൊ ഈ വാദം വന്ന് ഈ ലോകം മുഴുവൻ എന്നെ കൂടി ശപിക്കില്ലേ, ഇങ്ങനൊരു കുട്ടി എങ്ങനെ ആക്കിയെന്ന്? ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല, 2 കൈയും നീട്ടിട്ടാ വാങ്ങിയത് വാദം. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഗുരുവായൂർക്ക് പോകുന്നത്. കാരണം ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ ചെറുപ്പത്തിലെ ഉണ്ട് കൃഷ്ണഭക്തി. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു സമയങ്ങളായപ്പോ നമുക്കൊക്കെ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു വയ്യായ വരുമ്പോ ഗുരുവായൂരപ്പനോട് ഇത്തിരി ഇഷ്ടം, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോ ഗുരുവായൂരപ്പനോട് ഇത്തിരി ഇഷ്ടം, കല്യാണം നടന്നില്ലെന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പനോട് ഇഷ്ടം, വണ്ടി വാങ്ങാൻ പറ്റാത്ത അവസ്ഥയാകുമ്പോ ഗുരുവായൂരപ്പനോട് ഇഷ്ടം. ആ ഇഷ്ടമായിരുന്നില്ല വെൽപ്പത്തൂരിന്. ചെറുപ്പത്തിലെ അടിയുറച്ച കൃഷ്ണഭക്തനായിരുന്നു. 5 വയസ്സോ 6 വയസ്സോ ഒരു പ്രായം ഉണ്ടാവുന്ന സമയത്ത് വെൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അമ്പലത്തിൽ നിന്ന് മൂക്കുതല ഭഗവതി ക്ഷേത്രം എന്ന് പറയും, അവിടെ ചങ്ങരംകുളത്ത് മലപ്പുറം ജില്ലയിൽ, അവിടെ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് 5 വയസ്സുള്ള കുട്ടിയാ. 5 വയസ്സുള്ള കുട്ടി പുറത്തേക്ക് ഇറങ്ങി വരുന്ന കണ്ടപ്പോ ഒരു മഹാത്മാവിന് തോന്നി, ഇവൻ വലിയ കേമനായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, ഇവനെ കുറിച്ച് കുറെ കേട്ടിട്ടുണ്ടല്ലോ, 6 വയസ്സ് 5 വയസ്സ് പ്രായമായപ്പോഴേക്കും ഇവൻ അത്ര അങ്ങോട്ട് വലുതായോ, ഒന്നങ്ങോട്ട് പരീക്ഷിക്കാന്ന് ചോദിച്ചു ഇത്ര കുട്ടിയോട്, ഉണ്ണി തന്റെ വിഭക്തിയെ കുറച്ചിട്ടുണ്ടോ? ഗ്രാമർ, വിഭക്തി സംസ്കൃതത്തിൽ ഗ്രാമറാണ്. നിങ്ങൾ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? ശ്ലോകമല്ല, ഗുരുവായൂരപ്പൻ പറഞ്ഞു നാടോട്ടേക്ക് പറഞ്ഞു നടക്കുന്ന സാധനം എന്ത്? വെൽപ്പത്തൂരിന്റെ വിഭക്തിയേക്കാൾ എനിക്ക് പൂന്താനത്തിന്റെ ഭക്തിയാണ് ഇഷ്ടം. അതിലേക്ക് ഞാൻ വരാം. അതെങ്ങനെയാ ഗുരുവായൂരപ്പൻ പറഞ്ഞതെന്ന് കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഈ കുട്ടിയോട് വിഭക്തി ഉറച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ആ കുട്ടി അതിന് ആ മുത്തശ്ശാന്റെ വിഭക്തി ഉറച്ചു എന്നല്ല ഉത്തരം പറഞ്ഞത്. ഇല്ല അങ്കിളെ, ഉറച്ചിട്ടില്ല എന്നല്ല ഉത്തരം പറഞ്ഞത്. അതിന് പകരം അദ്ദേഹം ഒരു ശ്ലോകം ചൊല്ലിച്ച് കേൾപ്പിച്ചു എന്നാണ്. വിവക്ഷി പരിചയം എന്ന് പറയുന്നത് വിഭക്തിയുടെ പരിചയ ശ്ലോകമായിട്ട് ഇതിന് എടുക്കാറുണ്ട്. കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അവിടെ പറഞ്ഞിരുന്നു. പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണ്. ഓം കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു കൃഷ്ണം നമസ്യേ സദാ കൃഷ്ണൈനേവ സുരക്ഷിതോ നഹസൽ കൃഷ്ണായ ദത്തം മനാ കൃഷ്ണദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസ്യോസ്മഹം കൃഷ്ണേ ഭക്തി പരഞ്ചലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശ്ലോകം അങ്ങോട്ട് ചൊല്ലി കേൾപ്പിച്ചു അത്രേ. ഈ ശ്ലോകം കേട്ടതോടുകൂടി 6 വയസ്സുള്ള ആ കുട്ടി അങ്ങോട്ട് നമസ്കരിച്ചു ആ ബ്രാഹ്മണൻ എന്നാണ്. കാരണം ഈ ശ്ലോകത്തിലുണ്ട് വേണ്ട വിഭക്തിയൊക്കെ. ഗ്രാമർ എനിക്ക് അറിയാം എന്ന് പറയല്ല ചെയ്തത്, മറിച്ച് ഗ്രാമർ എന്താണെന്ന് ചൊല്ലി കേൾപ്പിച്ചു കൊടുത്തു. അതും ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ്. ആ പ്രായത്തിലുണ്ട് കൃഷ്ണഭക്തി വെൽപ്പത്തൂരിന്. അല്ലാണ്ട് വയ്യാണ്ടായപ്പോ ഇനി ഗുരുവായൂരപ്പൻ അതല്ല. നമ്മളൊക്കെ പ്രസിദ്ധമായിട്ടൊരു ശ്ലോകം കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? ആപത്തിക്കും കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായ എന്നാണ്. ആപത്ത് വരുമ്പോ എന്ത് ചെയ്യണം? അമ്മയുടെ പാതാരവിന്ദങ്ങളെ സ്മരിക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത ഒരാളെ നിങ്ങൾക്ക് സ്മരിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ആരെ സ്മരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാളായിട്ട് എന്തെങ്കിലും ബന്ധം വേണം, കണ്ടിട്ടെങ്കിലും വേണം, കേട്ടിട്ടെങ്കിലും വേണം അറ്റ്ലീസ്റ്റ് അയാളെ കുറിച്ച്, അല്ലേ? കേൾക്കാത്ത, മിണ്ടാത്ത, കാണാത്ത ഒരാളെ സ്മരിക്കാൻ പറ്റുമോ? പറ്റുണ്ടോ? നമുക്ക് സ്മരിക്കണം എന്നുണ്ടെങ്കിൽ ബന്ധം ഉണ്ടാവണം. അപ്പൊ ഗുരുവായൂരപ്പനെ സ്മരിക്കണം. ഒരു സമയം വരുമ്പോ, ഒരു ആപത്ത് വരുമ്പോ നമുക്ക് ഗുരുവായൂരപ്പനെ സ്മരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മുൻകൂട്ടി എന്തുണ്ടായിക്കൊള്ളണം? ഗുരുവായൂരപ്പനുമായിട്ട് ബന്ധം ഉണ്ടാവണം. അങ്ങനെ ഗുരുവായൂരപ്പനായിട്ട് ബന്ധം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ എന്തിനെ ആശ്രയിക്കും? നാരായണീയത്തെ ആശ്രയിക്കും. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. വലിയ സയൻസ് ഒന്നുമില്ല ഇതിന്. ഗുരുവായൂരപ്പനുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തെ ദൃഢമാക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല ടൂളുകളിൽ ഒന്നാണ് നാരായണീയം. കാരണം ഇത് കൃഷ്ണനെ കുറിച്ചുള്ള ഒരു ഗ്രന്ഥമല്ല, ഇത് ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള ഗ്രന്ഥമാണ് നാരായണീയം. ഭാഗവത്തെ കുറിച്ച് നമ്മൾ എന്താ പറയുക? ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി, അല്ലെ? ഭാഗവതം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ. നാരായണീയോ? ഞാൻ പറഞ്ഞു കലികാല ഭാഗവതാണ്. ഭാഗവതം തന്നെയാണ് നാരായണീയം. കൃഷ്ണൻ ആരാന്ന് ചോദിച്ചാലോ, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, അങ്ങനല്ലേ? ഗുരുവായൂരപ്പൻ തന്നെയാണ് ഭാഗവതം. പക്ഷെ ഗുരുവായൂരപ്പനാണ് ഭാഗവതം എന്ന് പറയുന്നതിനേക്കാൾ
കൂടുതൽ മഹാത്മാക്കൾ ഉയർത്തിയിട്ടുള്ളത് കൃഷ്ണനാണ് ഭാഗം എന്ന് പറയുന്നത്. നേരെ മറിച്ച് നാരായണീയത്തിലേക്ക് വരുമ്പോൾ നാരായണീയം മുഴുവൻ ഗുരുവായൂരപ്പനാണ്, കൃഷ്ണനല്ല.